എത്രയൊക്കെ സമ്പാദിച്ചിട്ടും വളർത്തി വലുതാക്കിയ 3 മക്കളുണ്ടായിട്ടും ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനാണല്ലോ വിധി എന്നയാൾ എന്നും വിലപിക്കുമ്പോൾ എന്തു മറുപടി നൽകി ആശ്വസിപ്പിക്കണമെന്നറിയില്ലായിരുന്നു രേഷ്മയ്ക്ക്. ഹോം നേഴ്സായിട്ട് ആ വീട്ടിലവൾ എത്തിയിട്ട് കുറച്ചു കാലമായി. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരുവിധം കാര്യങ്ങളെല്ലാം അവൾക്കറിയാമായിരുന്നു. 3 മക്കൾ, ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിൽ ഉയർന്ന ജോലിയുള്ളവർ, അച്ഛനരികിൽ ഒന്ന് നിൽക്കാൻ പോലും സമയമില്ലാത്തവർ. അവരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ അച്ഛാ. അവർക്ക് 100 കൂട്ടം തിരക്കല്ലേ. അതിനിടയിൽ ഇത്ര ദൂരം എങ്ങനെ ഓടി വരാൻ പറ്റുമോ? അല്ലെങ്കിൽ അച്ഛനൊന്ന് ആലോചിച്ച് നോക്കൂ. അവരെ നന്നായി കാണാനല്ലേ അവരെയൊക്കെ നന്നായി പഠിപ്പിച്ചതും ഉയർന്ന ജോലി നേടാൻ അവരെ പ്രാപ്തരാക്കിയതും. എന്നിട്ടിപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാലോ? അവർ അച്ഛനെ വിളിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ? കൂടാതെ അച്ഛൻ്റെ ഓരോ കാര്യവും ചോദിച്ചറിഞ്ഞ് വേണ്ട പോലെ അവർ ചെയ്യുന്നുണ്ടല്ലോ. രേഷ്മ ഒന്ന് സമാധാനിപ്പിക്കാൻ എന്നോണം അച്ഛനെ നോക്കി പറയുമ്പോൾ അയാളിൽ നിർവികാരമായ ഒരു പുഞ്ചിരിയായിരുന്നു. ശരിയാ, അവരൊക്കെ തിരക്കുള്ളവരല്ലേ. ഞാൻ മരിച്ചാൽ അവർ വരുമായിരിക്കും. അന്ന് അവർക്കെന്നെ കാണാലോ, കണ്ണ് നിറയെ അല്ലേ? പക്ഷേ അന്നും എനിക്കവരെ ഒന്ന് നേരിൽ കാണാൻ കഴിയില്ലല്ലോ എന്നോർക്കുമ്പോൾ. അത് പറയുമ്പോൾ അയാളുടെ നെഞ്ചു പൊട്ടി. മക്കളെയും മരുമക്കളെയും പേരക്കുട്ടികളെയും ഒക്കെ കാണണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ട് മനസ്സ്. പക്ഷേ സ്വന്തം മുഖം ഒന്ന് അല്പനേരം കാണിക്കാൻ സമയമില്ലാത്ത മക്കളോട് എങ്ങനെ പറയും പേരക്കുട്ടികളെ ഒന്ന് കാണിക്കോ എന്ന്? അയാളുടെ ഉള്ളിലെ വിഷമം മനസ്സിലാക്കിയ രേഷ്മ ആ വിഷയം പതിയെ മാറ്റാനെന്നോണം വേറെ പല കാര്യങ്ങളും വിഷയമായി എടുത്തിട്ടു. എല്ലാം അയാൾ മൂളി കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മനസ്സപ്പോഴും അയാളിൽ നിന്ന് പിടിവിട്ട അകലെയായിരുന്നു. ദിവസങ്ങൾ, മാസങ്ങൾ. അപ്രതീക്ഷിതമായിട്ടായിരുന്നു അയാളിൽ അത്രമേൽ സന്തോഷം നിറച്ചുകൊണ്ട് 3 മക്കളും വീട്ടിലേക്ക് എത്തിയത്. ഇനി മരിച്ചാലും സാരമില്ല എനിക്ക്, നിങ്ങളൊക്കെ വന്നല്ലോ. എൻ്റെ പേരക്കുട്ടികൾ എവിടെ? അയാൾ 4 പാടും അവരെ തിരയുമ്പോൾ മക്കളാണ് മറുപടി പറഞ്ഞത്. അവരെയൊന്നും കൊണ്ടുവന്നില്ല അച്ഛാ. ഒന്നാമത് അവർക്ക് സ്കൂൾ ലീവില്ല. പിന്നെ എല്ലാവരും കൂടെ വരണമെന്ന് വെച്ചാൽ കാശ് എത്ര വേണമെന്ന് അറിയോ അച്ഛന്? പിന്നെ ഇവിടുത്തെ പഴയ ശീലങ്ങളൊന്നും അവർക്കിഷ്ടാവില്ല. മാവുണ്ട്, പ്ലാവുണ്ട്, മുത്തശ്ശനുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവർക്കതൊക്കെ എന്ത്? അവർക്ക് ഗ്രാൻഡ് ഫാദർ എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ കൾച്ചറിൽ ജീവിക്കുന്ന പാൻസും കോട്ടും ഒക്കെ ഇട്ട് നടക്കുന്നവരെ അറിയൂ. അവരിവിടെ വന്ന് അച്ഛനെ കാണുമ്പോൾ ചിലപ്പോൾ ചിരിക്കും. എന്തിനാ വെറുതെ? മക്കളുടെ വാക്ക് കേട്ടപ്പോൾ അയാൾക്ക് ഹൃദയം നുറുങ്ങുന്ന വേദനയായിരുന്നു. പക്ഷേ അയാൾ ചിരിച്ചു. ശരിയാ, കൊണ്ടുവരാഞ്ഞത് നന്നായി. വണ്ടിക്കൂലിയുടെ വില പോലും ഇല്ലാത്ത അച്ഛനെ കാണിച്ചു കൊടുത്ത് മക്കളുടെ ചിരിക്ക് മുന്നിൽ ഒരു കോമാളിയായ അച്ഛനെ ഇരുത്തിയില്ലല്ലോ നിങ്ങൾ. സന്തോഷായി. അതും പറഞ്ഞ അയാൾ മൂത്ത മകനും ഇളയ മകനും നേരെ തിരിഞ്ഞു. ഇനി നിങ്ങളോട് മക്കളെ കൊണ്ടുവരാത്ത കാര്യം ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് വേറൊന്നും അച്ഛനോട് പറയാനില്ലേ? അവരുടെ സംസാരം കേൾക്കാൻ അയാൾക്ക് അത്രയേറെ കൊതിയായിരുന്നു. ആ പ്രതീക്ഷയോടെ എന്ത് പറയണമെന്ന് ആലോചിച്ചിരിക്കുന്ന മക്കളുടെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ അച്ഛൻ നോക്കുമ്പോൾ രണ്ടുപേരും പരസ്പരം നോക്കി. അച്ഛാ, അത് പിന്നെ ഞങ്ങളിപ്പോൾ വന്നത്. മൂത്ത മകൻ മടിച്ചു മടിച്ച് സംസാരം തുടങ്ങിയപ്പോൾ അവനെ അവഗണിച്ചുകൊണ്ട് ഇളയവനായിരുന്നു കാര്യം അവതരിപ്പിച്ചത്. വളച്ചു കെട്ടാതെ കാര്യം പറയാലോ അച്ഛാ. ഞങ്ങളിപ്പോൾ അവിടെ സെറ്റിൽഡ് ആണ്. അവിടെ നിന്ന് നാട്ടിലേക്ക് വരാൻ ഉദ്ദേശമില്ലാത്ത സ്ഥിതിക്ക് അച്ഛന് താല്പര്യമുണ്ടെങ്കിൽ സ്വത്ത് ഭാഗം വെച്ചാൽ നന്നായിരുന്നു. അച്ഛനെയും ചേർത്ത് 4ആയി ഭാഗിച്ചാൽ കിട്ടുന്നത് വിറ്റ് ഞങ്ങൾക്ക് അവിടുത്തെ ബിസിനസ് ഒന്നുകൂടെ ഉഷാറാക്കാം. അച്ഛനിവിടെ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരാം. അതിനൊരു സംഖ്യ അച്ഛൻ്റെ അക്കൗണ്ടിൽ ഞങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തേക്കാം, പോരെ? അച്ഛൻ്റെ മരണശേഷം അച്ഛൻ്റെ ഭാഗം ആർക്കാണോ കൊടുക്കാൻ താല്പര്യം അവർക്ക് എഴുതി വച്ചേക്ക്. മക്കൾ വന്നത് തന്നെ കാണാനല്ല എന്ന് അയാൾക്ക് മനസ്സിലായപ്പോൾ ഉള്ളിൽ അയാൾ കരയുകയായിരുന്നു. അല്ലെങ്കിലും കുറേ സ്വത്തുണ്ടായിട്ട് എന്തിനാ? മനുഷ്യന് വലുത് മനസ്സമാധാനമല്ലേ? ഇനി ഇത് കിട്ടാഞ്ഞിട്ട് ഇവരുടെ മനസ്സമാധാനം പോകണ്ട. ഇതൊക്കെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് എൻ്റെയും. അപ്പോൾ നിങ്ങൾ അച്ഛനെ കാണാൻ വന്നതല്ലേ? ഹാ, നിങ്ങൾക്ക് വേണ്ടത് സ്വത്തല്ലേ? അതെങ്ങനെയാണ് വെച്ചാ നിങ്ങൾ തന്നെ ഭാഗിച്ചോ. അയാൾ അതും പറഞ്ഞ് നിരാശയോടെ റൂമിലേക്ക് നടക്കുമ്പോൾ പിറകിൽ മക്കളുടെ സംസാരമായിരുന്നു ഉയർന്നു കേട്ടത്. ദേ, അച്ഛൻ്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യാനൊന്നും എൻ്റെ കയ്യിൽ കാശില്ല കേട്ടോ. അവിടെ ഓരോ മാസവും തള്ളി നീക്കുന്നത് എനിക്കും എൻ്റെ കെട്ടിയോനും മാത്രമേ അറിയൂ. അതുകൊണ്ട് ഞാനൊരു തീരുമാനം പറയാം. ഇളയ മകൻ നീയല്ലേ, നീ അച്ഛനെ കൊണ്ടുപോക്കോ അങ്ങോട്ട്. അച്ഛൻ മരിക്കുമ്പോൾ അച്ഛൻ്റെ വീതവും നീ എടുത്തോ. ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒന്നും വേണ്ട.
മകൾ കൈമലർത്തിയപ്പോൾ ഇളയവൻ അവൾ ദേഷ്യത്തോടെ നോക്കി. ബെസ്റ്റ്, വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമുള്ളൂ. അച്ഛൻ്റെ ഈ നാടൻ സ്വഭാവം കണ്ടാൽ മക്കളൊക്കെ എങ്ങനെയാകും പ്രതികരിക്കുക എന്ന് പോലും അറിയില്ല. അച്ഛൻ്റെ ഓഹരി പ്രതീക്ഷിച്ച് അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ. രണ്ടുപേരും പരസ്പരം ഒഴിവാക്കലുകൾ പറയുമ്പോൾ മൂത്ത മകനായ അരവിന്ദൻ അവർക്കിടയിൽ കയറി. നിങ്ങളൊന്ന് നിർത്തോ, അകത്ത് അച്ഛനുണ്ട്, ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അച്ഛനെ നോക്കുന്ന പേരിൽ നിങ്ങൾ വഴക്കിടണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ആദ്യം സ്വത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകട്ടെ. എല്ലാം ഞാൻ ശരിയാക്കിക്കൊള്ളാം. നിങ്ങളൊന്ന് കൂടെ നിന്നാൽ മതി. അയാൾ പറഞ്ഞത് രണ്ടുപേർക്കും സമ്മതമായിരുന്നു. പിറ്റേ ദിവസം തന്നെ സ്വത്തെഴുതുന്ന കാര്യത്തെപ്പറ്റി ഒരു ആധാര എഴുത്തുകാരനുമായി സംസാരിച്ച് ഒരു ധാരണയിൽ എത്തി അരവിന്ദൻ. അത് അനിയനോടും അനിയത്തിയോടും പറയുമ്പോൾ സംഭവം കേട്ട അവർക്ക് 100 സമ്മതമായിരുന്നു. പിറ്റേ ദിവസം ആ വീട് പൂട്ടി ഇറങ്ങുമ്പോൾ ആ അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ വിതുമ്പി. ഇനി മുതൽ ഇതൊക്കെ സ്വപ്നമായി അവശേഷിക്കാൻ പോവുകയാണെന്ന് ഓർക്കുമ്പോൾ അയാളുടെ നെഞ്ചിൽ ഒരു തീ പടർന്നു. നിങ്ങൾ ആ വാഹനത്തിൽ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വാ. അപ്പോഴേക്കും ഞാൻ അച്ഛനെ കൊണ്ട് ആധാരം എഴുതുന്നിടത്ത് പോയി അച്ഛനെ കൊണ്ട് ഒപ്പിടിച്ച് അങ്ങോട്ട് വരാം. രജിസ്ട്രാർ അവിടെ വരും. കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. അരവിന്ദൻ അത്രയും പറഞ്ഞ് അച്ഛനുമായി കാറിൽ കയറുമ്പോൾ മറ്റൊരു കാറിൽ അനിയനും അനിയത്തിയും അവരെ അനുഗമിച്ചു. അരവിന്ദൻ നേരെ പോയത് ആധാരം എഴുതുന്ന സ്ഥലത്തേക്കായിരുന്നു. അവിടെ നിന്ന് ആ കാർ നേരെ ചെന്നത് ഒരു വൃദ്ധസദനത്തിൻ്റെ മുന്നിലായിരുന്നു. അവസാനം മക്കൾ തനിക്ക് വേണ്ടി കണ്ടെത്തിയ ഇടം. അയാൾ നിറകണ്ണുകളോടെ നോക്കി. അച്ഛൻ വാ. അരവിന്ദൻ അച്ഛൻ്റെ കൈ പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ അവരെ പ്രതീക്ഷിച്ച് അക്ഷമയോടെ നിൽക്കുകയായിരുന്നു അനിയനും അനിയത്തിയും. വൃദ്ധസദനത്തിൻ്റെ നടത്തിപ്പുകാരും രജിസ്ട്രാറും ഇരിക്കുന്നതിൻ്റെ അരികിൽ അച്ഛനെ ഇരുത്തുമ്പോൾ കണ്ണുനീർ തളം കെട്ടിയ കണ്ണാൽ മുന്നിൽ ഇരിക്കുന്നവർ പോലും മങ്ങലായി അയാൾക്ക്. അപ്പോൾ കാര്യങ്ങളെല്ലാം തീരുമാനിച്ച സ്ഥിതിക്ക് ബാക്കി ഒപ്പിടൽ ചടങ്ങ് കൂടെ നടത്താം. കൂടെ സാക്ഷികളും വേണമല്ലോ. അത് ആരൊക്കെ? രജിസ്ട്രാർ ചോദിക്കുന്നത് കേട്ട അരവിന്ദൻ വേഗം അനിയനെയും അനിയത്തിയെയും ചൂണ്ടിക്കാട്ടി. ഒന്ന് വായിക്കാൻ പോലും നിൽക്കാതെ കിട്ടാൻ പോകുന്ന സ്വത്ത് മാത്രം മനസ്സിൽ കണ്ട് അവർ ഒപ്പിടുമ്പോൾ മറ്റെല്ലാം എഴുതി പൂർത്തിയാക്കി രജിസ്ട്രാർ മറ്റുള്ളവർക്ക് മുന്നിൽ അച്ഛൻ എഴുതിയ വിൽപത്രം ഒന്നുകൂടെ ഉറക്കെ വായിച്ചു. വിൽപത്രത്തിൽ പറഞ്ഞത് മുഴുവൻ വായിച്ചു കേൾപ്പിക്കുമ്പോൾ അച്ഛനും അനിയനും അനിയത്തിയും എല്ലാം ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു. അരവിന്ദൻ മാത്രം പുഞ്ചിരിച്ചു. അച്ഛനെന്താ ഞങ്ങളെ കളിയാക്കുകയാണോ? രണ്ടുപേരും അച്ഛന് നേരെ തിരിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാത്ത ആശ്ചര്യം അച്ഛൻ്റെ മുഖത്തും ഉണ്ടായിരുന്നു. നിങ്ങൾ അച്ഛനോട് ചോദിക്കണ്ട. കാര്യം ഞാൻ ചുരുക്കി പറയാം. അച്ഛൻ്റെ പേരിലുള്ള എല്ലാ സ്വത്തും ഇനി മുതൽ ഈ സ്ഥാപനത്തിന്, അതായത് ഈ അനാഥാലയത്തിൻ്റെ പേരിൽ അച്ഛൻ എഴുതി വെച്ചിരിക്കുന്നു. മനസ്സിലായല്ലോ? സത്യം പറഞ്ഞാൽ അച്ഛൻ ഒപ്പിട്ടു എന്നല്ലാതെ ഇതിലെന്താണ് എഴുതിയത് എന്ന് നിങ്ങളെപ്പോലെ തന്നെ അച്ഛനും ഇപ്പോഴാണ് അറിയുന്നത്. നിങ്ങളും സന്തോഷത്തോടെ സാക്ഷികളായി ഒപ്പിട്ട സ്ഥിതിക്ക് ഇനി ബാക്കി കാര്യങ്ങൾ നടക്കട്ടെ. അരവിന്ദൻ അത്രയും പറയുമ്പോൾ മറ്റ് രണ്ടുപേരും പരസ്പരം നോക്കുകയല്ലാതെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. ആ നിമിഷം ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ആ അച്ഛനായിരുന്നു. അയാൾ പതിയെ എഴുന്നേറ്റ് അരവിന്ദൻ്റെ കൈകൾ പതിയെ പിടിച്ചു. നന്നായിടാ, അത്രമാത്രം പറഞ്ഞ് നിറകണ്ണുകൾ തുടച്ച് ആ അച്ഛൻ തിരിഞ്ഞു. ഇനി എനിക്കുള്ള മുറി എവിടാ? അയാൾ അവിടെ നിൽക്കുന്ന മുതിർന്ന ആളോട് ചോദിക്കുമ്പോൾ അരവിന്ദൻ അച്ഛൻ്റെ കയ്യിലൊന്ന് മുറുകെ പിടിച്ചു. അച്ഛൻ്റെ സ്വത്ത് മാത്രമേ ഞാനിവിടെ കൊടുത്തിട്ടുള്ളൂ. അച്ഛനെ കൊടുത്തിട്ടില്ല. അച്ഛനുള്ള മുറി ഞാൻ എൻ്റെ വീട്ടിൽ പണിതിട്ടുണ്ടച്ചാ. അരവിന്ദൻ അച്ഛൻ്റെ കയ്യിൽ ഒന്നുകൂടി മുറുകി പിടിക്കുമ്പോൾ അയാളുടെ കണ്ണുകളിൽ അതുവരെ കാണാത്ത ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ മക്കളെ കൊണ്ടുവരാഞ്ഞത് കാശില്ലാത്തതുകൊണ്ടല്ല അച്ഛാ. ഇനി എൻ്റെ മക്കളോടൊപ്പം ജീവിക്കാൻ അവരുടെ മുത്തച്ഛനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാ. അത് പറയുമ്പോൾ അരവിന്ദൻ്റെ തൊണ്ടയിടറി. ആ നിമിഷം എല്ലാവരുടെയും കണ്ണുകളെ നനയിക്കുമ്പോൾ ആരെയും നോക്കാതെ അച്ഛനെയും ചേർത്ത് പിടിച്ച് അവൻ നടന്നു കഴിഞ്ഞിരുന്നു തങ്ങളെ കാത്തുകിടക്കുന്ന വാഹനത്തിന് അരികിലേക്ക്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.